നമ്മുടെ യൂണിയൻ സഹമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ആദരണീയനായ ശ്രീ PK കൃഷ്ണദാസ്ജി, ശ്രീ VV രാജേഷ് വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രീ അനന്തു, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്റ്റുഡൻറ് കോൺക്ലേവിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അതോടുകൂടി എൻ്റെ ആശംസകൾ ഞാൻ അറിയിച്ചിരുന്നു. ഇന്ന് വിഷൻ 2047 എന്നുള്ള വിഷയത്തെപ്പറ്റി സമഗ്രമായിട്ടുള്ള ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ യോഗത്തിൽ അധ്യക്ഷനായിട്ട് അത് യുവാക്കളുടെ യോഗമാണ് എന്നിട്ടും 80 കഴിഞ്ഞ എന്നെ ക്ഷണിക്കുകയും എനിക്കൊരു അവസരം തന്നതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ടേ. തീർച്ചയായിട്ടും നിങ്ങളുടെ യുവജനങ്ങളുടെ സ്പാർക്ലിംഗ് ഫേസ് എന്ന് പറയാം, ആ ഒരു പുഞ്ചിരിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്ന ആ യുവത്വത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടാവുക. എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ചെറുപ്പകാലത്തുള്ള കഥകളാണ്. അന്ന് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് കുറേ യുവാക്കളുടെ പരിശ്രമഫലമായിട്ടാണ് ഇന്ന് ബഹിരാകാശ രംഗത്ത് നമ്മൾ വളരെ വലിയൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഈ ആർട്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചുറ്റുപാടും അവസരങ്ങളുമൊക്കെ 1000 മടങ്ങ് മെച്ചപ്പെട്ടതാണ്. വിവര സാങ്കേതികതയോടുകൂടി ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയാനും അതിനെപ്പറ്റിയുള്ള വിശകലനം നടത്താനും അതിൻ്റെ നല്ല വശങ്ങളെ പറ്റി പഠിക്കാനും അത് പ്രായോഗികമാക്കാനുമുള്ള വളരെയേറെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അവതാരിക പറഞ്ഞ പോലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യുവശക്തിയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും മുമ്പത്തിയിലെത്തി കഴിഞ്ഞു. 1.44 കോടി ജനങ്ങളാണ്, ലക്ഷം കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് ചൈന നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. പക്ഷെ എന്നാലും ചൈനയിലെ കൂടുതലും ആൾക്കാർ വയസ്സ് വെച്ച് പ്രായമൊന്ന് കൂടുതലുള്ള വയോധികന്മാരായിട്ടുള്ളവരാണ്. ഇവിടെയാണെങ്കിൽ യുവതലമുറ യുവാക്കളാണ്, 30 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ് കൂടുതലുമുള്ളത്. അപ്പോൾ ആ യുവശക്തിയെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവർക്ക് പരിജ്ഞാനം കൊടുക്കുക, അറിവും വിവരവും പകർന്നു നൽകുക. അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച് പ്രായോഗികമായിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള പരിശീലനം നൽകുക, അവരെ തൊഴിൽ പ്രാപ്തരാക്കുക. അതുവഴി നമ്മുടെ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ വലിയൊരു വർക്ക് ഫോഴ്സായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒരു നല്ല നിലയിലുണ്ടെന്ന് തന്നെ പറയാം. വെള്ളത്തിൻ്റെ കാര്യമായാലും ഭൂമിയായാലും ധാതുക്കളായാലും അതൊക്കെ. പക്ഷെ അതിലൊക്കെ വലിയായിട്ടുള്ളത് ഈ യുവ സമ്പത്താണ്. ആ യുവസമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ ഭാരതം എങ്ങനെ ഒരു വികസിത രാഷ്ട്രം ആകണം എന്നുള്ളതാണ് സ്വപ്നം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ഗുരുനാഥനായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ ഒരു വിഷൻ ഡോക്യുമെന്റ് വെച്ചിരുന്നു. അന്ന് പറഞ്ഞത് 2005 2020 ആവുമ്പോഴേക്കും നമ്മൾ ഒരു വികസിത രാഷ്ട്രം ആവണം എന്നുള്ളതാണ്. ആശയം വളരെ മഹനീയമായിരുന്നു, നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമായിരുന്നു. പക്ഷേ അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി നമ്മുടെ യുവജനങ്ങളെയും ഇവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഈ ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 10 കൊല്ലമായിട്ട്
ഉള്ള നമ്മുടെ ശ്രമങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതേ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് മുമ്പിലേക്ക് പോവുകയാണ്. ഈ നഷ്ടപ്പെട്ട 10-15 കൊല്ലം കൊണ്ട് നമ്മൾ വളരെ പുറകിലേക്ക് പോയി പല കാര്യങ്ങളിലും. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം മുമ്പിലേക്ക് നീക്കി വയ്ക്കേണ്ടി വന്നത്. 2047 എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അതായത് ഇന്ത്യ സ്വന്തമായിട്ട് 100 വർഷം കഴിയുന്ന ആ സമയത്ത് നമ്മൾ ഒരു വികസിത രാഷ്ട്രമാവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് രാഷ്ട്രത്തിന് മുന്നിൽ വെക്കുകയും അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റായിട്ട് വെക്കുക മാത്രമല്ല, അത് ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഫലം നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സാമ്പത്തിക ശക്തിയായി നോക്കുകയാണെങ്കിൽ 12ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ ഇന്നിപ്പോ 5ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ ഈ 5ാം സ്ഥാനം എന്നുള്ളത് 3ാം സ്ഥാനത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ വളർച്ചകൾക്ക് വളരെ നല്ല രീതിയിലാണ്. ഇവിടുത്തെയുള്ള വ്യാവസായിക മേഖല ആയാലും കാർഷിക മേഖല ആയാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഏത് മേഖലകളിലായാലും വളരെ സുസ്ഥിരമായിട്ടുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും 2047 നമ്മൾ ലോകത്തിലെ ഏറ്റവും മുൻപന്തിലുള്ള ഒരു വികസിത രാഷ്ട്രമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുമെന്നത് തീർച്ചയാണ്. 12ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ ഇന്നിപ്പോ 5ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ ഈ 5ാം സ്ഥാനം എന്നുള്ളത് 3ാം സ്ഥാനത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ വളർച്ചകൾക്ക് വളരെ നല്ല രീതിയിലാണ്. ഇവിടുത്തെയുള്ള വ്യാവസായിക മേഖല ആയാലും കാർഷിക മേഖല ആയാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഏത് മേഖലകളിലായാലും വളരെ സുസ്ഥിരമായിട്ടുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും 2047 നമ്മൾ ലോകത്തിലെ ഏറ്റവും മുൻപന്തിലുള്ള ഒരു വികസിത രാഷ്ട്രമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുമെന്നത് തീർച്ചയാണ്. അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളെപ്പോലുള്ള യുവജനങ്ങളാണ്. ഞങ്ങളത് ജീവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതാണ് ഈ സന്ദർഭത്തിൽ ആവശ്യം. നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരത്തിലെ കാര്യത്തിൽ നോക്കുക. എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ഞാൻ ഏകദേശം 6 പതിറ്റാണ്ടായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ്. ഈ തലസ്ഥാന നഗരം എന്നുള്ള ഒരു പേരല്ലാതെ കാര്യമായിട്ടുള്ള വികസനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിൽ ചിലപ്പോൾ ചെറിയ എക്സസൈസ് കാണും. ISR പോലുള്ള സ്ഥാപനമുണ്ട്. പിന്നെ അതുപോലെ പുതിയ ഇവിടെ ISR എന്നുള്ള ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ഒരു ദൂരത്തിലേക്ക് എന്തെങ്കിലും ഒരു ആളൊരുഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ തുറമുഖം വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ടാവാം. അത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ നമ്മുടെ നേബേഴ്സായിട്ടുള്ള തമിഴ്നാടും കർണാടകമായിട്ടുള്ള താരതമ്യത്തിൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു നേട്ടമെന്നേ പറയുള്ളൂ. ഞാൻ ആക്ച്വലി 10 കൊല്ലത്തോളം ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. 12ലാണ് അവിടെ വന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ബാംഗ്ലൂരിൽ പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു 10-12 കൊല്ലത്തോളത്തിൽ ആ ബാംഗ്ലൂരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിൽ പോകും. ലോകത്തിലെ ഏറ്റവും വലിയൊരു മെട്രോപോളിസിന്റെ അതേ ഒരു കെട്ടുറപ്പും അതേ ഒരു സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. പട്ടണത്തിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും മെട്രോ റെയിൽ വഴി കണക്ഷനായി കഴിഞ്ഞു. അതുപോലെ മറ്റു റോഡുകളായാലും മറ്റ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആയാലും പാർപ്പിടങ്ങളായ സൗകര്യങ്ങളായാലും വ്യവസായ സംരംഭങ്ങളായാലും പ്രത്യേകിച്ചും അവിടുത്തെ IT പാർക്ക്, ഇവിടുത്തെ കേരളത്തിന്റെ IT പാർക്ക് തുടങ്ങിയതിന് ശേഷം തുടങ്ങിയതാണ്. എന്നിട്ട് പോലും നമ്മളതിനേക്കാളും 1000 മടങ്ങ് വലിപ്പത്തിലുള്ള ഒരു സംസ്ഥാനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളർച്ച നമ്മുടെ അയൽ സംസ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ വളർച്ച മുരടിച്ചു നിൽക്കുകയാണ്. അതിനുള്ള കാരണം നമ്മൾ ശരിക്കും ചികഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നവരും അതേപോലെ തന്നെ തൊഴിലിൽ വളരെ പ്രാപ്തരുമാണ്. ഏത് ജോലി എടുത്താലും വളരെ കൃത്യമായിട്ടും
വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യാൻ കഴിയുന്നത് മലയാളികൾക്കാണ്. അത് ഞാൻ ലോകത്തെ പല ഭാഗത്തും പോയിട്ടുള്ളപ്പോഴും അവിടുത്തെ കണ്ടിട്ടുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. അവരെ മറ്റുള്ള രാജ്യക്കാർ വളരെ വിശ്വാസത്തിലെടുത്ത് വളരെ സങ്കീർണമായിട്ടുള്ള ജോലികൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നും വേണ്ട, നമ്മുടെ രാജീവ് ചന്ദ്രശേഖരയുടെ കാര്യങ്ങൾ നോക്കൂ. അദ്ദേഹം ഇവിടെ മണിപ്പാലിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡിഗ്രി എടുത്തു. അതിനുശേഷം ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പോയിട്ട് അവിടെ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുകയും ഉടനെ തന്നെ ഈ കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു മേഖലയിലേക്ക്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാങ്കേതിക ആ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു കഴിയുകയും നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്റൽ എന്നുള്ള ഒരു കമ്പനി, അതാണ് ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. ആ കമ്പ്യൂട്ടർ ഡിസൈനിന്റെ വളരെ കാര്യമായിട്ടുള്ള ഒരു പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു നേട്ടമാണ്. എന്നിട്ട് അവിടെ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയൊരു ഡിസൈനറോ ഒരു വലിയൊരു എന്തെങ്കിലുമായിട്ട് അവിടെ അമേരിക്ക തന്നെ ആവുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു രാജ്യസ്നേഹം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ സംരംഭം തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഏത് പ്രവൃത്തി എടുത്താലും വളരെ കൃത്യമായിട്ട് ഒരു ചീഫ് എക്സിക്യൂട്ടീവ്, ഒരു കമ്പനിയുടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതേപോലെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു പ്രവൃത്തിബദ്ധം ഉണ്ടാക്കും. അതിനനുസരിച്ച് അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കും. അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ആളുകൾ വേഗം കൊയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം കൈവരിച്ചത്. അത് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിലെ രണ്ട് പ്രധാനമായിട്ടുള്ള മന്ത്രാലയങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കണ്ടായി. പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഡിജിറ്റൽ ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ കൊണ്ട് രാജ്യത്ത് എന്തുമാത്രം നേട്ടമെന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ഡിജിറ്റൽ ടെക്നോളജി ഇല്ലായിരുന്നുവെങ്കിൽ എന്താണെന്ന് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഏതിലും ഒരു സ്മാർട്ട് ഫോണും ഒരു സെൽ കണക്ടിവിറ്റിയും കമ്പ്യൂട്ടർ കണക്ടിവിറ്റിയും നമുക്ക് ആവശ്യമാണ്. മിക്കവാറും എല്ലാ സേവനങ്ങളും കമ്പ്യൂട്ടർ വഴി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ എക്കണോമി വന്നപ്പോൾ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണവും അതിനനുസരിച്ചുള്ള കൺട്രോൾസും ഇതൊക്കെ വേണം. അതിനു വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, കമ്പ്യൂട്ടറിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ റോക്കറ്റുകൾ ഉണ്ടാക്കും. അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വേണം. ആ കമ്പ്യൂട്ടർ പുറത്ത് ഇറക്കുമതി ചെയ്യാൻ പലപ്പോഴും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടും ഈ അമേരിക്കയും യൂറോപ്പും ജപ്പാനും ഒക്കെ നമുക്ക് നിഷേധിക്കുകയുണ്ടായി. ആ ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ വിക്രം സാരാഭായ് കേസുകളിൽ തന്നെ ആ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്ത് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് വളരെ കാര്യമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ISRO ഉണ്ടായ സമയത്ത് തന്നെ ഇവിടുത്തെ ചാണ്ടികളിലെ ഒരു പഴയ ഫെസിലിറ്റി ഏറ്റെടുത്തു. എന്നിട്ട് ഇസ്രയേലിന്റെ സഹായത്തോടുകൂടി അതിനെ ഒരു മോഡൽ ഫെസിലിറ്റിയാക്കി അതുപയോഗിച്ച് സ്പേസിനും ഡിഫൻസിനും അറ്റോമിക് എനർജിക്കും വേണ്ടിയുള്ള അത്യാവശ്യമായിട്ട് ഘടകങ്ങൾ അവിടെ നിർമ്മിക്കാൻ തുടങ്ങി. എന്നാലും നമ്മുടെ ടിവിക്കോ എയർ കണ്ടീഷനിങ് യൂണിറ്റിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനോ വേണ്ടിയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴും ചൈനയിലെയോ തായ്വാനിലെയോ സിംഗപ്പൂരിലെയോ ഫെസിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസരവിശേഷമാണുള്ളത്. അപ്പോൾ ആ മേഖലയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ അതിനുള്ള വളരെ നല്ല രീതിയിൽ മുന്നിലേക്ക് ഞങ്ങളുടെ സമയം വൈകിക്കണം, കുറിച്ച് നേരത്തെ തുടങ്ങി ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള ശിക്ഷണത്തിൽ പറയായിരുന്നു. അപ്പോൾ iPhone
കുറേയൊക്കെ പരിശ്രമിച്ചു. പക്ഷേ ISRO ഇതുവായിരുന്നു. അത് കാരണം ഇവിടുത്തെ വിക്രം സാരാഭായിയുടെ ചിപ്സ് ഡിസൈൻ ചെയ്ത് ഇവിടെ ഫൗണ്ടറി ഇല്ലാത്ത കാരണം ഫ്രാൻസിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം രാജീവ് സൽസേജി തുടങ്ങി അടുത്ത കൊല്ലത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഫോമിൽ നമ്മുടെ ചിപ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉദാഹരണത്തില് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുകയും ആ വിവരങ്ങൾ രാജ്യത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റി നല്ല കോൺഫിഡൻസോടുകൂടി മുമ്പിലേക്ക് പോയി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സമയബന്ധിതമായിട്ട് യാതൊരു എക്സ്ക്യൂസും പറയാതെ ആ ഫെസിലിറ്റി ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ വലിയൊരു ഇലക്ട്രോണിക്സ് വിപ്ലവം തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷെ അതെനിക്കൊരു ചെറിയൊരു 11 മാസമേ ഉള്ളൂ. അത് ആദ്യത്തെ പ്ലാന്റ് ഗുജറാത്തിലാണ് വരുന്നത്, അടുത്ത ചിലപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും ആയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അത് തിരുവനന്തപുരത്ത് വരണം. അതിന് രാജീവ് ശശി പരിശ്രമിക്കുമെന്ന് നോക്കുന്നു.